Everyone, once again welcome back to a new session. In the number discussing the topic, it's all about the industrial pollution. Industry pollution. So industry pollution ഒരു common definition പറയുകയാണെന്നുണ്ടെങ്കിൽ this is the contamination of environment by the manufacturer and use of commodity. അതായത് ഇതൊരു മാനുഫാക്ചറിന്റെയും ആൻഡ് ഓൾസോ കൺസ്യൂമറിന്റെയും കോൺടാക്സിൽ നിന്നാണ് നമ്മൾ ഈ ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടായി ആൻഡ് ഓൾസോ ആ സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി ഉണ്ടാവുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആയി കൺസിഡർ ചെയ്യുന്നത്. സോ ഇതൊരു പ്യോർ ഇൻഡസ്ട്രിയുടെ ആൻഡ് ഓൾസോ കൺസ്യൂമറിന്റെ കോൺടാക്സിൽ നിന്നാണ്. സോ ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ തന്നെ എത്ര ടൈപ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. Mainly, there are three types of industrial pollution. First one, air pollution. Second one, water pollution. And third one, land pollution. But air pollution. Simple air pollution defines this is the contamination of air by the manufacturer and use of commodity. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതിന്റെയും റിസൾട്ട് ആയി അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി എയർ പൊല്യൂട്ടഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ ആയി കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എയർ പൊല്യൂഷൻ എന്താണ്, അതായത് ഏതൊക്കെ രീതിയിലാണ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ എഫക്ട്സ് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. സോ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻക്രീസ്ഡ് എയർ പൊല്യൂഷൻ. Of course, then air pollutants affect vegetation, decreasing the agricultural yields and influencing losses on the timber industry. Actually, ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. സോ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഡയറക്റ്റ് ആയിട്ട് അഗ്രികൾച്ചറിനെയും ആൻഡ് ഓൾസോ ഫോറസ്റ്റിനെയും അഫക്ട് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ്ലി അഫക്ട് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആക്ച്വലി എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. Then polluted air is hazardous to health and life, raising radical costs and lessening the enjoyment of living. അതായത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ ആൻഡ് ക്ലൈമറ്റിനെ മാത്രമല്ല, ആൻഡ് ഓൾസോ ഈ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആൻഡ് ഓൾസോ ഈ എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഹ്യൂമൻ ബീങ്സിനെ വളരെ ഇൻവേഴ്സ്ലി അഫക്ട് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ബ്രീത്തബിൾ ആയിട്ടുള്ള പ്യോർ എയർ റെഡ്യൂസ് ആവുകയും ബൈ ദ റിസൾട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും ഈ എയർ പൊല്യൂഷനിലൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആക്ച്വലി നമുക്ക് നശിക്കുകയും ബൈ ദ റിസൾട്ട് ലൈഫ് ഭയങ്കര ഹൊറിബിൾ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയും എയർ പൊല്യൂഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. Then threatens sudden global damage in the form of global warming and destruction of the stratospheric ozone layer. മറ്റൊരു പ്രോബ്ലം ആണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഭൂമിയിലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് തന്നെ പോളാർ ക്യാപ്സിലുള്ള ഐസ് മെൽറ്റ് ചെയ്യാനും ആൻഡ് ഓൾസോ സീ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ ആയി മാറും. ആൻഡ് ഓൾസോ കംപ്ലീറ്റ്ലി ഭൂമിയിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തത് മൂലം അത് അഗ്രികൾച്ചറിനെയും ആൻഡ് ഓൾസോ പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഓൾസോ ഹ്യൂമൻ ബീങ്സ് കംപ്ലീറ്റ്ലി ഈ നേച്ചറിന്റെ എൻവയോൺമെന്റ്സിനെയും എലമെന്റ്സിനെയും ഡയറക്റ്റ് ആയിട്ട് അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യാനുള്ള സാധ്യതയും ഈ എയർ പൊല്യൂഷൻ മൂലമുണ്ട്. ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ, ഏതൊക്കെ കാറ്റഗറിയിലാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഗ്ലോബൽ വാർമിംഗ് ഗ്യാസസ്, second one ozone depleting gases, third one acid rain, fourth one airborne toxics, and final one common air pollutants. അല്ലെങ്കിൽ ഈ കോമൺ എയർ പൊല്യൂട്ടൻസിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി എയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ മേജർ ആയിട്ട് ഈ 5 എലമെന്റ്സിനെയാണ് നമ്മൾ പൊല്യൂഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, എയർ പൊല്യൂഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഓരോ എയർ പൊല്യൂഷനും എന്താണെന്ന് നമുക്ക് global warming or greenhouse gases. So greenhouse gases ഉം global warming directly connected ആണ്. ഇതിന്റെ റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ global warming എന്താണെന്നുള്ളത് നോക്കാം. The increase in temperature around the globe due to rise in level of greenhouse gases. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ ഇൻക്രീസിനെയാണ് ആക്ച്വലി ഗ്ലോബൽ വാർമിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So carbon dioxide, nitrous oxide, methane and chlorofluorocarbons, commonly known as CFCs, are the gases that absorbs and hold heat from the sun and preventing it from escaping back to space. So normally ഈ ഒരു ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്യാസസ് ഫോംസിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ മെയിൻ പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സ്പീഡ് ആയിട്ട് ഹീറ്റ്സ് അബ്സോർബ് ചെയ്യും ആൻഡ് ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ ഇവർ ഹോൾഡ് ചെയ്ത് വെക്കും. സോ ഈ ഗ്യാസസ് ദെൻ ഈ ഹീറ്റ് റിലീസ് ചെയ്യാതെ വരുന്ന സമയത്ത് നോർമലി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാനും അതല്ലെങ്കിൽ ഇതൊരു ലെയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹീറ്റ് ഭൂമിയിൽ തന്നെ അല്ലെങ്കിൽ എർത്തിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനും ബൈ റിസൾട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ അതാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു റിസൾട്ട് ആയി മാറുന്നത്. സോ ഇതാണ് ആക്ച്വലി ആ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്.
സൂര്യനിൽ നിന്ന് ചൂട് വളരെയധികം ടെമ്പറേച്ചർ വരുന്നു. ദെൻ അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ആ ഗ്രീൻ ഹൗസസ് ഗ്യാസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന്റെ റിസൾട്ടായി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. So industrial, agricultural and other human activities during the last 150 years have released substantially more greenhouse gases in the atmosphere by burning of fossil fuels such as oil and coal. Especially fossil fuels burn ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും, എസ്പെഷ്യലി എയർ കണ്ടീഷണർ ആൻഡ് ഓൾസോ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻഡ് പെർഫ്യൂംസ്, ഗ്യാസസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഗ്യാസ് പെർഫ്യൂംസ്, സോ ഇതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഡിയോഡ്രൻസ് ഇതിൽ നിന്നെല്ലാം എമിറ്റ് ചെയ്യുന്നത് ഈ പലതരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. സോ ആഫ്റ്റർ ഓൾ ആസ് എ പാക്കേജ് ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആവുന്ന സമയത്ത് വളരെ അഡ്വേഴ്സ് ആയിട്ടാണ് ഇത് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നത്. So the rising level of greenhouse gases will trap increasing amount of heat on Earth. So it will rise temperature around the globe, and average global temperatures are now 1 degrees Celsius and are expected to rise by 1.5 degree during this century. അത് ഈ ഒരു സെഞ്ചുറിയിൽ തന്നെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് നമ്മൾ ടെമ്പറേച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ അഡ്വേഴ്സ് ആയിട്ട് നമ്മുടെ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യും. സോ ഏതൊക്കെ രീതിയിലാണ് അത് അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് റിസൾട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പാൻഡ് ദ വേൾഡ്സ് ഡെസേർട്സ്. അതായത് ഈ ഹൈ ഒരു ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്ലാന്റ്സ് ആൻഡ് ഓൾസോ അനിമൽസിനെ എഫക്ട് ചെയ്യും. ആൻഡ് പ്ലാന്റ്സിനെ അഡ്വേഴ്സ് ആയിട്ട് ഇത് എഫക്ട് ചെയ്ത് ഡെസേർട്സ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ മരുഭൂമിയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എക്സ്പാൻഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ. കാരണം പച്ചപ്പ് മുഴുവൻ നശിപ്പിക്കും, അതോടൊപ്പം തന്നെ അതൊരു ഡെസേർട്ടിഫിക്കേഷനിലോട്ടുള്ള ഒരു പ്രോസസ് ആയതിനെ മാറുന്നതാവും. നെക്സ്റ്റ് വൺ, മെൽറ്റ് ദ പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് കോസിംഗ് ദ സീ ലെവൽ ടു റൈസ്. മറ്റൊരു പ്രോബ്ലം ആണ് പോളാർ ക്യാപ്സ്. പോളാർ ക്യാപ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ ടോപ്പ് സൈഡും ബോട്ടം സൈഡിലുള്ള രണ്ട് പാർട്ടാണ്. സോ ഈ ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും ഐസ് ആണ്, ഐസ് സോളിഡ് ഐസ് ആയിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ എസ്പെഷ്യലി ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഐസ് മെൽറ്റ് ആവാനും ബൈ ദ റിസൾട്ട് വരുന്ന എന്തായാലും ഐസ് മെൽറ്റ് ആകുമ്പോൾ വാട്ടർ ആണല്ലോ, ഈ വാട്ടർ മുഴുവൻ സീ ലെവലിലോട്ട് വന്നതിന് ശേഷം സീ ലെവൽ റൈസ് ചെയ്യാനുള്ള ഒരു ചാൻസും ബൈ ദ റിസൾട്ട് യൂസബിൾ ആയിട്ടുള്ള ലാൻഡ് ഏരിയയുടെ സ്പേസ് അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ മേക്ക് സെവറൽ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വാനിഷ്ഡ്. അതായത് പലതരത്തിലുള്ള ഈ ആനിമൽസ് എസ്പെഷ്യലി ഈ പോളാർ ക്യാപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ആനിമൽസ് അല്ലെങ്കിൽ സ്പീഷീസ് എല്ലാം എക്സോസ്റ്റഡ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. Then increase the distribution and severity of diseases. So ഇതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യും, എസ്പെഷ്യലി പ്ലാന്റ്സ് ആൻഡ് ട്രീസിനെ എഫക്ട് ചെയ്യും. സോ ഈ പ്ലാന്റ്സും ട്രീസും ആണ് നമുക്ക് ഒരു പരിധി വരെ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന, കാർബൺ ഡയോക്സൈഡിനെ കൺവേർട്ട് ചെയ്തിട്ട് ഓക്സിജൻ കൺവേർട്ട് ചെയ്യുന്ന ഒരു സൈക്ലിംഗ് പ്രോസസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എലമെന്റ്. സോ ഡെഫിനറ്റ്ലി ഇതിന്റെയൊക്കെ നമ്പറിൽ ഉണ്ടാവുന്ന ഡിക്രീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെയും വളരെ എൻവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഇത് പലതരത്തിലുള്ള ഹ്യൂമൻ ഡിസീസിലോട്ടും റിസൾട്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട്. ഈ എമിഷൻ ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഡയറക്റ്റ് ആയിട്ട് ഈ ഓസോൺ ലെയേഴ്സിനെ എഫക്ട് ചെയ്യും. ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഭൂമിക്ക് ചുറ്റിനും റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലെയർ ആണ്. സോ പ്രധാനമായും സണ്ണിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന അൾട്രാവയലറ്റ് റേസിനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയിലോട്ട് അത് പതിക്കാതെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. സോ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒരുപാട് ഇമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയറിന് ഡാമേജസ് ഉണ്ടാവും. ബൈ ദ റിസൾട്ട് ഈ വരുന്ന അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പതിക്കുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് ഓസോൺ ഡിപ്ലീഷൻ കൊണ്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിട്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. So especially chlorofluorocarbons need 7 to 10 years to reach the stratosphere, remains for 75 years to 130 years. അതായത് ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് മെയിൻ ആയിട്ട് എമിറ്റ് ചെയ്യുന്നത് എയർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്യാൻഡ് പെർഫ്യൂംസ് അല്ലെങ്കിൽ ക്യാൻഡ് ബോട്ടിൽസ് എന്നൊക്കെയാണ്, എയർ പ്രഷർ ചെയ്തിരിക്കുന്ന ക്യാൻഡ് ബോട്ടിൽസ് എന്നൊക്കെ. സോ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് ഏകദേശം 7 മുതൽ 10 വർഷം വരെ എടുക്കും ഈ സ്ട്രാറ്റോസ്ഫിയർ, അതായത് ഓസോൺ ലെയേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്താൻ. സോ ഏകദേശം ആ ഓസോൺ ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 75 years to 130 years അതവിടെ റിമെയിൻ ചെയ്യും. അതായത് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം എന്റെ വരും തലമുറകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വരും തലമുറയുടെ പകുതിയോളം വരെ ഈ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ക്ലോറോഫ്ലൂറോ കാർബൺസ് ഏകദേശം 130 years അതായത് വരും തലമുറയുടെ പകുതിയോളം അത് ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ റിമെയിൻ ചെയ്യും. സോ ചിന്തിച്ചു നോക്കുക എത്രത്തോളമാണ് അതിന്റെ അഡ്വേഴ്സ് എഫക്ട് വരുന്ന ഫ്യൂച്ചറിലോട്ടും ഉണ്ടാക്കുന്നത് എന്നുള്ളത്.
Then shrinking of the ozone layers and the subsequent increase of the ultraviolet ray will cause several hundred thousands new causes of skin cancer. അതായത് ഈ അൾട്രാവയലറ്റ് റേസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെയും ആൻഡ് ഓൾസോ ആനിമൽസിനെയും സ്കിൻസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പലതരത്തിലുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാവാനുള്ള റീസൺ ആയത് മാറും. Then causes considerably destruction of the 75% of the world's major crops that are sensitive to UV lights. പിന്നെ നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള ക്രോപ്സ് അതിൽ 75% എന്ന് പറയുന്നത് ഈ അൾട്രാവയലറ്റ് റേസിനോട് വളരെ സെൻസിറ്റീവ് ആണ്. അതായത് അൾട്രാവയലറ്റ് റേസ് പതിച്ചെങ്കിൽ കൃത്യമായിട്ട് ഈ ഫലങ്ങൾ അല്ലെങ്കിൽ ക്രോപ്സ് മുഴുവൻ ഡിസ്ട്രക്റ്റഡ് ആവും. സോ ബൈ ദ റിസൾട്ട് എൻറ്റയർ ആ ഒരു അഗ്രികൾച്ചർ ഇൻഡസ്ട്രീനെ തന്നെ വളരെ അഡ്വൈസ് ആയിട്ട് അത് അഫക്ട് ചെയ്യും. Then plankton is sensitive to UV lights and may suffer mass destruction. So plankton എന്ന് പറയുന്നത് സൈറ്റോപ്ലാങ്ക്സും ഉണ്ട്, സൂപ്ലാങ്ക്സും ഉണ്ട്. സോ സൈറ്റോപ്ലാങ്ക്സ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ കാറ്റഗറിയിൽ വരുന്നതാണ് സൈറ്റോപ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത്. അതായത് മൈക്രോ ഓർഗാനിസംസ് ആണ്. സോ ഇത് തന്നെ ജലത്തിലെ പലതരത്തിലുള്ള ഡൈജഷൻ പ്രോസസ്സിനെ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിക് സൈക്കിളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെയിൻ എലമെന്റ് ആണ് ഈ പ്ലാങ്ക്ടോൺ എന്ന് പറയുന്നത്. സോ ഈ UV ലൈറ്റ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ഓഷ്യൻസിലും ആൻഡ് ഓൾസോ ഈ പറയുന്ന ചെറിയ ജലാശയങ്ങളിലൊക്കെ പതിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പ്ലാങ്ക്ടോൺസ് എല്ലാം നശിച്ചു പോകും. സോ ബൈ ദ റിസൾട്ട് അവിടുത്തെ ഒരു കൺവേർഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഫുഡ് ചെയിൻ സർക്കിൾ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആവാതെ ബൈ ദ റിസൾട്ട് അവർ എൻ്റെ എക്കോസിസ്റ്റത്തിൽ തന്നെ അഡ്വൈസ് ആയിട്ട് എഫക്ട് ചെയ്യും. Next one or next kind of air pollution is acid rain. Burning fossil fuels, particularly coal containing high level of sulfur, release large quantities of sulfur oxide and nitrogen oxides in the atmosphere, and they combine with the water vapor in clouds to form nitric acid and sulfuric acid. അതായത് ഫോസിൽ ഫ്യൂൾസ് ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മെയിൻ ആയിട്ട് എമിറ്റ് ചെയ്യുന്നതാണ് സൾഫർ എന്ന് പറയുന്നത്. ഈ സൾഫർ എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിലായി സൾഫർ ഓക്സൈഡ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ എത്തും. സോ ഇത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ പേപ്പറുമായി കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. സോ സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത്. സോ ഈ സൾഫ്യൂരിക് ആസിഡ് അതായത് വാട്ടർ പേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന സൾഫർ ഓക്സൈഡ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡായി മാറി അല്ലെങ്കിൽ നൈട്രിക് ആസിഡായി മാറി മഴയായി റെയിനായി നമ്മുടെ ഭൂമിയിലോട്ട് പതിക്കും. അതാ എത്രത്തോളം അതായത് ആസിഡ് ഒരു മഴയായി പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാം. സെയിം റിസൾട്ട് തന്നെയായിരിക്കും ആസിഡ് റെയിൻ ഉണ്ടാവുന്ന സമയത്ത് സംഭവിക്കുന്നത്. സോ ദ ആസിഡ് ആർ ദെൻ ക്യാരി ഡൗൺ in rain. Fish populations and other aquatic organisms including algae and zooplankton are unable to survive in lakes. അതായത് കുറച്ചു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതായത് അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിൽ പതിക്കുന്ന പോലെ തന്നെ സെയിം അഡ്വേഴ്സ് എഫക്റ്റ് ഉള്ള ഒരു എലമെന്റ് ആണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതായത് ആസിഡ് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി നശിക്കും. ആൻഡ് ഓൾസോ ഇത് വെള്ളത്തിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലുള്ള പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്, ലിവിംഗ് ഓർഗാനിസംസ് ഉണ്ട്, അക്വാറ്റിക് ഓർഗാനിസംസ് ഉണ്ട്. ഇതിനെല്ലാം വളരെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. എസ്പെഷ്യലി ആൽഗായ്, സൂപ്ലാങ്ക്ടോൺസ് ആൻഡ് ഓൾസോ സംടൈംസ് ഫിഷേഴ്സ് അല്ലെങ്കിൽ മറൈൻ റിസോഴ്സുകളൊക്കെ വളരെ അഡ്വേഴ്സ് ആയിട്ട് ഇത് എഫക്ട് ചെയ്യും. Rivers that have become highly acid due to acid rain then directly damages or destroys trees and plants. Then indirectly destroys wildlife and species that depends upon forest and food and breeding. അതായത് എസ്പെഷ്യലി ഈ ഫോറസ്റ്റിൽ ഉണ്ടാവുന്ന ബ്രീഡിങ് ആൻഡ് ഓൾസോ വൈൽഡ് ലൈഫിനെയൊക്കെ വളരെ അഡ്വൈസ് ആയിട്ട് ഇത് എഫക്ട് ചെയ്യും. ബിക്കോസ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഫോറസ്റ്റിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആൻഡ് ഓൾസോ അവിടെ ഉണ്ടാകുന്ന വെജിറ്റേഷൻസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നത് പോയിസണസ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ അത് അനിമൽസിനെയും ഫോറസ്റ്റ് സ്പീഷീസിനെയും വളരെ അഡ്വൈസ് ആയിട്ട് ഈ ആസിഡ് റെയിൻ എഫക്ട് ചെയ്യും. Acid rain continuing can lead to toxic metals like cadmium, nickel, lead, manganese and mercury from soil and carry these into waterways. They contaminate drinking water of fish. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ആസിഡ് ഫോമിൽ തന്നെയാണ് റെയിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ സോയിൽ പെട്ടെന്ന് ബേൺ ചെയ്ത് പോകാനോ അതല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലം മണ്ണിൽ തന്നെയുള്ള പല സോളിഡ് സബ്സ്റ്റൻസ് ഇൻ ദ സെൻസ് ടോക്സിക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് റേഡിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് ഇത് കൺവേർട്ട് ആവും. ലൈക്ക് കാഡ്മിയം, നിക്കൽ, ലെഡ് ആൻഡ് മാഗ്നീസ്. ദെൻ ഇതെല്ലാം അടുത്ത റെയിനിലൂടെ തന്നെ ഈ പറയുന്ന വാട്ടർ റിസോഴ്സുകളിലോട്ട് ഫ്ലോ ചെയ്യും. ദെൻ ഈ വാട്ടർ റിസോഴ്സിലുള്ള പല മറൈൻ റിസോഴ്സുകളെയും ഇത് വളരെ അഡ്വൈസ് ആയിട്ട് എഫക്ട് ചെയ്യും. സോ ക്യാൻ കറോഡ് ആൻഡ് ഡാമേജ് ബിൽഡിംഗ് സ്റ്റാറ്റ്യൂസ് ദാറ്റ് ആർ മെയ്ഡ് ഫ്രം അയൺ, ലൈംസ്റ്റോൺസ് ആൻഡ് മാർബിൾ. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ബീങ്സിനെയും ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എഫക്ട് ചെയ്യുന്നതോടെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പല ബിൽഡിങ്സിനെയും അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് താജ്മഹൽ എന്ന് പറയുന്നത്. ബിക്കോസ് താജ്മഹലിൽ കൃത്യമായി ഇതേപോലെയുള്ള ആസിഡ് റെയിൻ അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട് മൂലം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മാർബിൾസിന്റെ കളർ ഫെയ്ഡ് ആവാനും അതോ ആ ഒരു താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു മഹാ
സംഭവത്തിന് തന്നെ അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ക്രിയേഷൻ റൈറ്റ്, ആ ഒരു ക്രിയേഷനെ തന്നെ വളരെ അഡ്വേഴ്സ് ആയിട്ടും അതിന്റെ ബ്യൂട്ടിനെയും ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ്. Catastrophic but highly worrisome air pollutants threats are 2.4 billion pounds of airborne toxic substances released annually into the national atmosphere. അതായത് വളരെ ഡാമേജ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റ് ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകളാണ് ഓരോ വർഷവും, അതായത് ഏകദേശം 4.4 ബില്യൺ പൗണ്ട്സ് എബോൺ ടോക്സിക്സ് ആണ് ഓരോ രാജ്യവും എസ്പെഷ്യലി വാർ പോലെയുള്ള പല റീസൺസ് മൂലം ഭൂമിയിലോട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഫോസ്ജെയിൻ എന്ന് പറയുന്നത്. ഫോസ്ജെയിൻ എന്ന് പറയുന്നത് ഒരു നെർവ് ഗ്യാസ് ആണ് യൂസ്ഡ് ഇൻ വാർഫെയർ. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ നെർവ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് ഫോസ്ജെയിൻ ആണ്. സോ എസ്പെഷ്യലി എനിമീസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ ഫോസ്ജെയിന്റെ യൂസേജ് എന്ന് പറയുന്നത് ഈ എനിമീസ് അല്ലെങ്കിൽ വാറിന് ശേഷവും അറ്റ്മോസ്ഫിയറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് എൻവയോൺമെന്റിന് വളരെ അഡ്വൈസ് ആയിട്ട് അഫക്ട് ചെയ്യാനുള്ള ഒരു കാരണമാവും. നെക്സ്റ്റ് വൺ മീഥൈൽ ഐസോസിനേറ്റ് വിച്ച് കിൽഡ് മോർ ദാൻ 2000 ഇന്ത്യൻസ് ഇൻ ഭോപ്പാൽ. അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984 സംഭവിച്ച ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നമ്മുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. സോ ഏകദേശം 2000 ഇന്ത്യൻസിനെയാണ്, കൗൺസിൽ പ്രകാരം ഡയറക്റ്റ് ആയിട്ട് 2000 ഇന്ത്യൻസ് ആണ് ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിലൂടെ മരിച്ചത്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എമിറ്റ് ചെയ്തിരിക്കുന്ന മീഥൈൽ ഐസോസിനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് ആണ്. മീഥൈൽ ഐസോസിനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് ഇപ്പോഴും എബോൺ ടോക്സിക്സ് ആണ്. പല തലമുറയെ പോലും ഇപ്പോഴും അത് അഡ്വൈസ് ആയിട്ട് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്യാസസ് ആണ്. സോ ഇതെല്ലാം അഡ്വൈസ് ആയിട്ടുള്ള റിസോഴ്സും അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യും. The EPA has estimated at it can cause more than 2000 cases of cancer each year. അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത് എയർബോൺ ടോക്സിക്സ് എന്ന് പറയുന്നത് ഏകദേശം 2000 കേസസ് ഓഫ് ക്യാൻസേഴ്സ് ഈച്ച് ഇയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. 2000 ക്യാൻസർ ഒരു വർഷം ഈ പറയുന്ന ഫോസ്ജെയിൻ അല്ലെങ്കിൽ മീഥൈൽ ഐസോസിനേറ്റ് പോലുള്ള എയർബോൺ ടോക്സിക്സ് മൂലം ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസിന്റെ നമ്പറാണ്. Then most dangerous form of air pollutions are the gases and particulates spewed out by autos and industrial process which affect the quality of air we breathe. അതോടൊപ്പം തന്നെ ഏറ്റവും മേജർ ആയിട്ട് ഇങ്ങനെ എയർബോൺ ടോക്സിക്സ് അല്ലെങ്കിൽ എയർബോൺ ടോക്സിക്സ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് എക്സോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽസിൽ നിന്നാണ്. ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ്, എസ്പെഷ്യലി ഈ ഫോസിൽ ഫ്യൂവൽസ്, ഇതെല്ലാം പലതരത്തിലുള്ള എയർബോൺ ടോക്സിക്സുകൾ എമിറ്റ് ചെയ്യും. ബൈ ദ റിസൾട്ട്സ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് വളരെയധികം ഇൻക്രീസ് ആവും. ആൻഡ് ഓൾസോ ദാറ്റ് വിൽ അഫക്ട് the quality and life of human beings and also the nature, including animals and plants. Air pollution എന്ന ഏരിയയിൽ നമ്മൾ ഇന്ന് ഇത്രയും മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ feel free to contact me. So thank you so much guys for your time and your patience. So this is Nishan Shashi signing off. Have a nice day. Take care. Goodbye.